ഞാൻ മാതാവിൻ്റെ ഭയങ്കര ഫോളോവർ. അപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് മാതാവ് എന്നെ രക്ഷിക്കണമെന്ന് വെച്ചാൽ ഇതെൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്. അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. ഈ കുതിര സവാരിയിലെ ആ ഇൻട്രോ ഷോട്ടിൽ ഞാൻ സ്പീഡിൽ ഓടിച്ച് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എൻ്റെ തോൽവിയാണ് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. യു വോണ്ട് ബിലീവ് അത് ചെയ്യാൻ പറ്റി. ഒരു 2-3 പ്രാവശ്യം പതുക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്ററോടൊക്കെ പറഞ്ഞു, മാസ്റ്റർ ഇത് സ്പീഡിലൊന്ന് ചെയ്യാവോ, ഞാൻ വീഴാണ്ട് ഞാൻ ഇരുന്നോളാം, ഇതെങ്ങനെയാണ് പരിപാടി എന്നൊന്നും അറിയാൻ പറ്റില്ല, സ്പീഡിൽ പോകുമ്പോഴത്തേക്കും എവിടെയൊക്കെ നമുക്ക് വേദന എടുക്കും. ഒരു ചെറിയ ലെങ്ത്, ഒരു 400-500 മീറ്റേഴ്സ് മാത്രം ഉള്ളൊരു ഗ്രൗണ്ടിൽ അവിടെ ഒന്ന് ഓടിച്ച് നോക്കിക്കോട്ടെ. അപ്പോൾ പുള്ളിക്ക് ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകണേ ഉള്ളൂ, ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഷൂട്ടിംഗ് നിന്ന് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല, നിങ്ങളൊന്ന് പറഞ്ഞ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഓക്കെ ആയി. അത് ദൈവത്തിൻ്റെ. ഇപ്പം ഞാൻ പണ്ട് എനിക്ക് എൻ്റെ സിനിമകൾ കണ്ടിട്ട് പലർക്കും ഞാൻ കറക്റ്റായിട്ട് അഭിനയിക്കാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. ശരിയാണ്, ചില അഭിനയം അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ദൈവത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എൻ്റെ അഭിനയം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നു വെച്ചാൽ ഇതിപ്പം നിങ്ങളായിട്ട് കൊണ്ടുവന്നത് എന്നെ സിനിമയിൽ, ഞാൻ എൻ്റെ പുറകെ പോയിട്ടില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സഹായിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പോൾ എവിടെയോ എങ്ങനെയോ കുറച്ച് എന്താണ് പോളിഷ് ആകാൻ തുടങ്ങി, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പിന്നെ അതിൽ കയറി ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് അറ്റ് ഈസായി ഞാൻ അത് പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും.